മേഡം പോയി കഴിഞ്ഞ ഉടനെ ദേവൂട്ടി പുറത്തേക്ക് വരും. അപ്പൊ തന്നെ ചരട് പൊക്കി പിടിച്ച് അവളെ വീഴ്ത്തണം. അതിന് മാഡം പോയല്ലോ, ദേവൂട്ടി വരുന്നുണ്ട്. നോക്കട്ടെ, മേഡം പോയോ? മേഡം അല്ലേ ഇത്? നിങ്ങളിത് എന്തു പണി? അയ്യോ അയ്യോ, എന്റെ കാലൊടിഞ്ഞേ. അയ്യോ, ചക്കിന് വെച്ചത് കൊക്കിലാണല്ലോ കൊണ്ടത്. മൈക്കോടിന് എന്ത് ചെയ്യും? വീണിടം തന്നെ വിദ്യയാക്കാം. അയ്യോ മേഡം, മേഡം എങ്ങനെയാ വീട്? മേഡം, ഇത് ആരെങ്ങനെ കുറുക്ക് കെട്ടിയേ? സ്ഥല പരിശോധനയ്ക്ക് നിൽക്കാതെ എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേപ്പിക്ക് ശൗതളെ. തൊട്ട പോര് തന്നെ. മേഡം, ദേ നടക്കുന്ന വഴിയിൽ ചരട് കെട്ടിയത് ആരാ? ഇവരായിരിക്കും, അല്ലാതെ ആരാ? അനാവശ്യം പറയരുത്. അനാവശ്യം നിങ്ങൾക്ക് കാണിക്കാം. അത് വിളിച്ചു പറഞ്ഞ എനിക്കാണ് ഇപ്പൊ കുഴപ്പം. എന്നാലും മാഡത്തിനോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. എഴുന്നേൽക്ക് മാഡം. കമോൺ, സ്റ്റാൻഡ് അപ്പ്. എഴുന്നേൽക്ക് മാഡം. അയ്യോ, ഇരിക്കും മാഡം. അവിടെ ഇരിക്കും. മാഡം, വല്ലതും പറ്റുമോ മാഡം? ഇതിൽ കൂടുതൽ ഇനി എന്താ പറ്റാനടി? എനിക്ക് അനക്കാൻ വയ്യേ. അയ്യോ, മാഡം എന്റെ തോളില് പിടിച്ച് നടന്നോന്നേ. മാഡം എന്റെ കൈ പിടിച്ചോ. സൂക്ഷിച്ച് നടക്കണേ. സൂക്ഷിച്ച് നടക്കണേ മാഡം. പതുക്കെ സൂക്ഷിച്ച് നടക്കണ്ടേ മാഡം. എന്തു പറ്റി? പതുക്കെ. എനിക്ക് വേദനിച്ചിട്ട് വയ്യ. അയ്യോ, എന്തു പറ്റി ശ്രീകലെ? എവിടെയെങ്കിലും വീണോ? എന്ത് പറയാനാണെന്ന് പറ. എന്റെ മൈ ഗോഡ്, രണ്ടു കാലം ഓടിച്ചാടി നടന്ന എന്റെ മാഡത്തിന്റെ അവസ്ഥ ദേവൂട്ടിയൊക്കെ കഷ്ടമായല്ലോ. ശ്രീലാമയ്ക്ക് എന്ത് പറ്റിയെന്ന് പറയേ. ഓ, ഒന്നും പറയണ്ട എന്റെ വർഷമോളെ. ആ ദേവൂട്ടി അംബികയും ചേർന്ന് ചരട് കെട്ടിവലിച്ച് മാഡത്തിനെ വീഴ്ത്തിയതാ. പാവം, ഓൺ ദ സ്പോട്ടില് കാല് തകർന്നു. അയ്യോ, സത്യമാണോ ശാന്തളെ? അവരാണോ ഇത് ചെയ്തത്? ആണ് മാഡം, സത്യമായിട്ടും അവര് തന്നെയാ ചെയ്തത്. ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ടും നല്ല ക്ലിയർ ആയിട്ട് ഔട്ട് ഓഫ് ഫോക്കസിൽ കണ്ടതാ. അവൾക്കും ആ സ്ത്രീക്കേ അഹങ്കാരം വല്ലാതെ കൂടുന്നുണ്ട് ഡാഡി. ഇതൊന്ന് ചോദിച്ചിട്ട് എന്നെ കാര്യം. എന്താ ഇവിടെ? ഇത് കണ്ടില്ലേ? ശ്രീകലയെ ദേവൂട്ടിയെ അംബികയും ചേർന്ന് ഉരുട്ടിയിട്ടു. ദേവൂട്ടി അംബികയും കൂടിയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ.
ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. നിന്റെ കണ്ണില് കാണാത്തത് പലതും പെടുവല്ലോ. ഏതായാലും ദേവൂട്ടി അംബിക അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. അമ്മേ, അമ്മയ്ക്ക് എന്നെക്കാളും വിശ്വാസം അവരെയാണോ? അതെ, ഈ കാര്യത്തിൽ എനിക്ക് വിശ്വാസം അവരെ തന്നെ. അല്ല, നീ എന്തിനാ ഇപ്പൊ ഔട്ട് ഹൗസിലേക്ക് പോയത്? അമ്മേ, അത് പിന്നെ എന്റെ മാനേജർ പോസ്റ്റ് തട്ടിയെടുക്കല്ലേന്ന് ഞാൻ അവളോട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാ. ആ അപ്പൊ അതൊന്നും പറ്റില്ല. മര്യാദയ്ക്ക് മാനേജർ പോസ്റ്റ് ഒഴിഞ്ഞു കൊടുത്തില്ലെങ്കിൽ മാഡത്തിന്റെ കാല് തല്ലി ഒടിക്കുമെന്ന് ആ അംബിക പറഞ്ഞു. എന്നാലും അവര് പറഞ്ഞ പോലെ തന്നെ മാഡത്തിന്റെ കാല് തല്ലി ഒടിച്ചല്ലോ. ഇനിയിപ്പോ കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. അവളെയും ആ സ്ത്രീയെയും എത്രയും പെട്ടെന്ന് അവിടുന്ന് പറഞ്ഞു വിടണം. അതെന്റെ തീരുമാനം. അതൊന്നും നടക്കില്ല തമ്പി. എന്താ സംഭവിച്ചെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് മതി തീരുമാനങ്ങളൊക്കെ. മാഡത്തിന്റെ കാല് പഞ്ചറാക്കിയിട്ടും സുകുമാരി മാഡത്തിന് ഇപ്പോഴും അവരോടാ സ്നേഹം. വാട്ടേ പീറ്റി. എല്ലാരും കൂടി ഇങ്ങനെ മിഴിച്ചോണ്ട് നിൽക്കാതെ എന്നെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. എന്റെ കാലനക്കാൻ വയ്യ. വർഷമോളെ, നമുക്ക് മാഡത്തിനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ എടുത്താലേ കാലിന് വല്ല ഫ്രാങ്കനൈസും ഉണ്ടോന്ന് അറിയാൻ പറ്റൂ. ഫ്രാഗ്രൻസ് അല്ല, ഫ്രാക്ചർ. എന്ത് സ്ട്രക്ചറെങ്കിലും ആവട്ടെ, കാല് പൊളിഞ്ഞു മേടം ഇങ്ങനെ കിടക്കുന്നത് കാണാൻ എനിക്ക് വയ്യേ. എന്റെ കാലേ, അയ്യോ അമ്മേ. മോളെ ദേവൂട്ടി,